എൻ്റെ വീഡിയോസ് കണ്ട് അഡീനിയം ചെടികൾ ഇഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത് തുടങ്ങിയവർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, മഴ പെയ്യുമ്പോൾ അഡീനിയം എന്ത് ചെയ്യണം, മഴക്കാലത്ത് എങ്ങനെയാണ് അഡീനിയം പരിചരിക്കുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഹലോ ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നല്ല മഴയാണ്. ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കണേ. നോക്കിക്കേ, എൻ്റെ മുന്നിലെ കുറേ അഡീനിയം പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. കണ്ടോ? ആക്ച്വലി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ അഡീനിയം വീഡിയോസ് കാണുമ്പോൾ കുറേ കമൻസ് എനിക്ക് വന്നു. ഈ വീഡിയോ എൻ്റെ വീഡിയോസ് സാറിൻ്റെ എന്നൊക്കെ പലരും പറയാറുണ്ട്, സാറെന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. സാറിൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് എനിക്കും അഡീനിയം ക്രേസ് തുടങ്ങിയത്. ഞാനും അഡീനിയം കളക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കിപ്പം 10 12 അപ്പോൾ അങ്ങനെ കുറേ പേര് എനിക്കിങ്ങനെ കമൻസ് ചെയ്യാറുണ്ട്. കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രചോദനം ആകുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ശരിക്കും ഈ വീഡിയോ അവർക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ കാരണം പുതിയ അഡീനിയം മേടിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത്രയും അഡീനിയം ചെടികൾ ഒരുമിച്ച് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ പ്രാവശ്യം 2 വീഡിയോ അഡീനിയം സംബന്ധിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് അഡീനിയത്തിൻ്റെ repotting പിന്നെ അഡീനിയം പ്രൂണിങ് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതേ പ്രൂണിങ് കഴിഞ്ഞ അഡീനിയം ചെടികളൊക്കെ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ? ബ്രാഞ്ചസൊക്കെ വന്ന് ഫുൾ ഒരു പ്രശ്നമില്ലാണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ചിലതിലൊക്കെ ഇവിടെ പൂക്കളും വന്നിപ്പുണ്ട്. പ്രൂൺ ചെയ്താലും പൂ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ ആ സമയത്ത് കുറച്ച് പുതിയ ചെടികളെ ഞാൻ മാറ്റി വെച്ചായിരുന്നു പ്രൂൺ ചെയ്യാണ്ട്. പക്ഷേ അതിനുശേഷം റീപ്പോർട്ട് ചെയ്ത് കൊടുത്തു. റീപ്പോർട്ട് ചെയ്ത് 1 മാസം ആയപ്പോഴത്തേക്ക് ഗംഭീരമായിട്ട് പോകുന്നു. എല്ലാത്തിലും ഒന്നും പ്രൂൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഓരോ പൂക്കളായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പുതിയ ആളുകൾക്ക് വേണ്ടി കേട്ടോ. ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. റീസെൻ്റ്ലി ആണ് ഞാൻ ഈ കാണുന്നത് ഈ സാധനം. കണ്ടോ? കുറേയധികം പൂക്കളുണ്ട്. നല്ല പ്ലാന്റായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ തന്നെ വേറൊരു കളർ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇത് അതിൻ്റെ വേറൊരു കളറാണ്. ഇതിലിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് പൂക്കൾ വരുന്നേ ഉള്ളൂ. കണ്ടോ? അതിന് തന്നെ ഒരു മെറൂൺ വെറൈറ്റി നിങ്ങൾ കണ്ടത്. തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ യെല്ലോ അഡീനിയം കുറേ പൂക്കളായിട്ട് നിൽപ്പുണ്ട്. കുറേ അധികം മൊട്ട് നിൽപ്പുണ്ട്. ഉണ്ടോ? മഴ നിറഞ്ഞ് ശരിക്കും വെള്ളമാണ്, പക്ഷെ നല്ല പൂക്കളാണ്. കണ്ടോ? ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ ഈ യെല്ലോ അഡീനിയം മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുമ്പോൾ കുറേ പേര് ആ വീഡിയോ കണ്ടി കമൻറ്റ് ഇട്ടായിരുന്നു, എനിക്ക് യെല്ലോ വേണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിലൊക്കെ പറഞ്ഞു എനിക്ക് സെയിൽസ് ഇല്ല, ഞാനും നിങ്ങളെപ്പോലെ കളക്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ കുറേ ചെടികളുണ്ട് എൻ്റെ കൂടെ. ഈ പുതിയ വെറൈറ്റീസ് ആകുമ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ പക്ഷേ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു അഡീനിയം, ഞാൻ ഈ പൂക്കളൊക്കെ വാങ്ങിയ അഡീനിയം ഗാർഡൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. കുറേ പേര് കണ്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ പാർട്ടിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ പറഞ്ഞാൽ ഒരു കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഒരുക്കി കൂടി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ അവർ അപ്രോച്ച് ചെയ്താൽ മതി. ഓക്കെ, കുറച്ച് റീസണബിൾ ആയിട്ടുള്ള വിലയിൽ അവിടെ ചെടി കിട്ടാറുണ്ട്. ഇനി അടുത്തിരിക്കുന്ന ചെടി നോക്കിക്കേ, എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. പണ്ട് ഞാൻ പറയാറുണ്ട്, കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. ഇതും കൂടെ വിരിയുമ്പോൾ ഇതൊരു ശരിക്കും ഒരു ചെണ്ട് പോലെയാവും. ഒരു 5 മുട്ട ഇനി അകത്തിരിപ്പുണ്ട്. അപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ? യെസ്, അതിൻ്റെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ കുറച്ചും കൂടെ കുറച്ച് ചേഞ്ച്, അത്രയും ഡാർക്കല്ല, കുറച്ച് പിങ്ക്. കണ്ടോ? ഇനി ഇവരെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് കണ്ടോ? ഇതാണ് എനിക്കുള്ള ഏറ്റവും വലിയ പൂക്കളുടെ അഡീനിയം. തായ്ലാൻഡ് റെഡ് എന്നാണ് പറയുക. ഇത് ഇവിടെ 2 പൂക്കൾ നിൽപ്പുണ്ട് അതിൻ്റെ. കണ്ടോ? ഈ പൂക്കൾ വന്നാൽ കുറേ നാൾ നിൽക്കും. കണ്ടോ? അതിൻ്റെ കളറ് മാറിയിട്ടും പൂ വീണ് പോയിട്ടില്ല. ഇതും കളറ് മാറിയൊരു പൂവാണ്. ഇപ്പോൾ മഴയാണ്ട് അങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് നിന്നാൽ. ഇതിൽ കണ്ടോ ഒരു പൂവ് അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ തന്നെ ഒരു മെറൂൺ കുറച്ചും കൂടെ ഡാർക്ക് കളർ എൻ്റെ കയ്യിലുണ്ട്. പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, ബട്ട് ഫുള്ളായിട്ടില്ല. അത് വലിയ പൂവാണ്, അത്യാവശ്യം ഡാർക്കാണ് കുറച്ചും കൂടെ. എല്ലാം ഓരോ വെറൈറ്റി ആട്ടോ. ഇനി ഈ ഇരിക്കുന്ന ചെടിയെക്കുറിച്ച് പറയാം. നമ്മുടെ അഡീനിയം ഗ്രൂപ്പിലെ ഒരു സർപ്രൈസ് എൻട്രിയാണ് ഈ സാധനം. ഇതിൽ പൂക്കൾ വന്നപ്പോൾ ഞാനിവിടെ വെച്ചതേ ഉള്ളൂ. നാടൻ വെറൈറ്റിയാണ്, ബട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു സാധനമാണ്. ഇതിലും പൂ ഇപ്പോൾ അത് വേറൊരു കളറാണ്. എനിക്ക് നാടൻ അഡീനിയം പ്രത്യേകിച്ചൊരു ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ റെഡ് കളറാണ്. അപ്പോൾ ഇത് ശരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ എനിക്ക് സൂചിപ്പിച്ചായിരുന്നു, വളരെ സർപ്രൈസായിട്ട് എൻ്റെ കയ്യിൽ വന്നു ചേർന്ന 2 അഡീനിയം ചെടികളാണ്. അതിൻ്റെ കൂടെയുള്ള ഈ 2 കൂടെ. ഇത് 2 ഇരിക്കുന്നുണ്ടോ? അതിൽ പൂക്കൾ വന്നിട്ടില്ല, അതാണ് ഇങ്ങോട്ട് വെക്കാത്തത്. അപ്പോൾ ഇവരെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്കെല്ലാം ശരിക്കും ഇഷ്ടാവുന്നൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ട് കാത്തിരിക്കുക, ഉടനെ തന്നെ വീഡിയോ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി ഈ വീഡിയോയുടെ കൂടെ എനിക്ക് വേറെ ചെറിയ കാര്യം കൂടെ, മഴ, നല്ല മഴയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, മഴ പെയ്യുമ്പോൾ അഡീനിയം എന്ത് ചെയ്യണം, മഴക്കാലത്ത് എങ്ങനെയാണ് അഡീനിയം പരിചരിക്കുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഞാൻ അങ്ങനെ മാറ്റി വെക്കാറില്ല. ഇപ്പോഴും പറയുന്നു, എൻ്റെ ചെടികളെ ഞാൻ മാറ്റി വെക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വളരെ ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ് കൊടുക്കുക.
സാൻഡൊക്കെ ചേർത്തിട്ട് അങ്ങനെ കൊടുക്കുക. അത്തരം പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ വെള്ളം തീരെ തന്നെ കെട്ടി നിൽക്കില്ല, വെള്ളം ശരിക്ക് പുറത്തേക്ക് പോകും. നല്ല ഡ്രെയിനേജ്, നല്ല ഹോൾസ് വിട്ടിട്ടുണ്ട് ചട്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ മാറ്റി വെക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ പോട്ടിംഗ് മിക്സിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. നല്ല മഴയാണെങ്കിൽ കുറച്ച് നാൾ മഴയില്ലാത്ത സ്ഥലത്തോട്ട് മാറ്റി വെച്ചിട്ട് മഴ തീർന്നിട്ട് വെക്കണം എന്നുള്ളത്. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകും, പിന്നെ ഇലകൾക്ക് മഞ്ഞ നിറം വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പൂവ് എന്താ പറയുക, മൊട്ട് വീണ് പോവുക, പൂ വിരിയായിരിക്കാൻ കുറേ പ്രശ്നങ്ങൾ അധികം വെള്ളം കാരണം വരാറുണ്ട്. അപ്പോൾ അത് വേറൊന്ന്. അപ്പോൾ ഇതിലൂടെ വേറൊന്നും കൂടെ പറയട്ടെ. നമ്മുടെ അഡീനിയം വീഡിയോയുടെ 3ാമത്തെ വീഡിയോ, അതായത് പ്രൂണിങ്ങിന് ശേഷം ഫ്ലവറിങ് വരെയുള്ള അതിൻ്റെ കെയറും കാര്യങ്ങളായിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഉടനെ തന്നെ വരും, അതിനുവേണ്ടിയും കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ, വളരെ ചെറിയ വീഡിയോ ആണ്. ഇത്രയും പൂക്കളെ ഒരുമിച്ച് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി. ഞാൻ ന്യൂ കമേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് കണ്ട് അഡീനിയം ചെയ്തതിൽ ഇഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത് തുടങ്ങിയവർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.